നമസ്കാരം. ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിതിന് മുമ്പിട്ടൊരു വീഡിയോയിൽ ഈ പിണറായി വിജയന് RSS ബന്ധമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ വീഡിയോക്കടിയിൽ കമൻറ്റ് ബോക്സിൽ സഖാക്കൾ ചിലർ കിടന്ന് തുള്ളിയിരുന്നു. ഇപ്പം ഞാനതിന് വേറെ ഒരു തെളിവ് കൂടി പറഞ്ഞുതരാം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മൾ IAS ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളെ മാത്രം കൂട്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഒരു വിവാദം വന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ആ ഗോപാലകൃഷ്ണനെ, അദ്ദേഹം വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, വ്യവസായ വകുപ്പിൽ ഡയറക്ടറായിരുന്നു. 2 മാസം തികഞ്ഞിട്ടില്ല സസ്പെൻഡ് ചെയ്തിട്ട്. 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കുക എന്ന് പത്രത്തിൽ വാർത്ത വായിച്ചു. അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയാണ്. ഏത് പോസ്റ്റിൽ വെക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല, അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹിന്ദുക്കളുടെ മാത്രം, അത് പിന്നെ പരാതിയായപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും വിഭാഗീയമായ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് വലിയ തെറ്റല്ല. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളാണല്ലോ തെറ്റിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ്. അതും ഒരു IAS ഓഫീസിൽ സാധാരണക്കാരനല്ല ചെയ്തത്, ഒരു IAS റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ചെയ്തത്. വലിയ ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ 2 മാസം തികയുന്നതിൻ്റെ മുന്നേ ഈ ഗോപാലകൃഷ്ണനെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ പോവാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഞാനെന്ന് പറഞ്ഞു പിണറായി വിജയന് RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാനെന്ന് പറഞ്ഞു. അത് കമൻറ്റ് ബോക്സിൽ സഖാക്കൾ എതിർത്തു. ഇപ്പോൾ അതിന് മറ്റൊരു തെളിവാണിത്. ഈ RSSുമായി ബന്ധം എന്നതും അനുഭാവം എന്നതും രണ്ടാമത് മനസ്സിലാക്കണം. RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നതും അനുഭാവം ഉണ്ടെന്ന് പറയുന്നതും ഒന്നല്ല. ഇപ്പോൾ KPCC പ്രസിഡൻറ്റ് K. സുധാകരൻ RSS അനുഭാവമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്നൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. RSS അനുഭാവമുള്ള ആളാണ്. ഇപ്പം ഉണ്ടോയെന്നല്ല, ഉണ്ടായിരുന്നു. അത് RSS അനുഭാവമാണ്. പിണറായി വിജയൻ്റെത് RSS ബന്ധമാണ്, അനുഭാവമല്ല. പിണറായി വിജയൻ ഒരിക്കലും RSS അനുഭാവിയല്ല. RSSനോട് കടുത്ത വിരോധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നാളുവഴികൾ പഠിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം RSSനോട് വിരോധമുള്ള ഒരാളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ, അതായത് അദ്ദേഹത്തിന് കുറേ കേസുണ്ട്, മകളുടെ കുറേ തിരിമറിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. എല്ലാം കൂടി വെച്ച് അദ്ദേഹത്തിന് ഗതി മുട്ടിയിട്ട് ഇപ്പോൾ RSSുമായിട്ട് അദ്ദേഹത്തിന് രഹസ്യബന്ധങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. അതിൻ്റെയൊക്കെ തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും വലിയ വർഗീയ പ്രവർത്തനം നടത്തിയ ഒരു സാധാരണക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട വർഗീയവാദികളിൽ നിന്നോ, അത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നായാലും സാധാരണക്കാരായ വർഗീയ മനോഭാവമുള്ള ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന പോലുള്ള നിസ്സാരമായ ഒരു കാര്യമല്ലത്. ഒരു IAS ഓഫീസർ ഹിന്ദുക്കളുടെ മാത്രം കൂട്ടിയിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, എങ്ങനെയുണ്ട്? അത് പിടിക്കപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളുടേത് വേറെ ഉണ്ടാക്കി. അതിന് ഇത് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിങ്ങളുടേത് രണ്ടും തെറ്റ് ഒക്കെ കണക്കാണ്. അതിലൊരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, അതൊരു IAS ഉദ്യോഗസ്ഥൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ നമ്മൾ കരുതി അത് നല്ലൊരു തീരുമാനമായി എന്ന്. പക്ഷേ ഇപ്പോൾ 2 മാസം തികയുന്ന മുമ്പ് തിരിച്ചെടുക്കാനുണ്ടാകുന്ന കാരണം എന്താ? തിരിച്ചെടുക്കാതിരിക്കാൻ പിണറായി വിജയനെ സംബന്ധിച്ച് സാധിക്കില്ല. കാരണം ഇവർക്കൊക്കെ വേറെ വലിയ ബന്ധങ്ങളുണ്ട്, കേന്ദ്രം വഴി വലിയ ബന്ധങ്ങളുണ്ട്. അവരത് വഴി വരുമ്പോൾ പലതും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗോപാലകൃഷ്ണനെ സർവീസിക്ക് തിരിച്ചെടുക്കാൻ പോവാം. ഏത് വകുപ്പും തീരുമാനമാക്കിയിട്ടില്ല. എന്നിട്ടിപ്പോൾ വകുപ്പ് തല അന്വേഷണം വെക്കാൻ പോവാം. എന്താ വകുപ്പ് തല അന്വേഷണത്തിലൊക്കെ വരികയെന്ന് ഇപ്പോൾ നമുക്കറിഞ്ഞൂടെ. തൃശ്ശൂർ പൂരം കലങ്ങിയിട്ട് അജിത് കുമാറിനെയാണ് അന്വേഷണത്തിന് വെച്ചത്. അജിത് കുമാർ പിന്നെ അവിടെ പൂരം കമ്മിറ്റിയെ പ്രതിയാക്കിയിട്ട് കടലാസ് കൊടുത്തു. അത് സ്വീകരിച്ചു. ഇതാണ് സർക്കാരിൻ്റെ കഥ. കലക്കുന്നവരും നശിപ്പിക്കുന്നവരും അല്ലെങ്കിൽ പ്രശ്നക്കാരി അന്വേഷണത്തിന് വെക്കുക. എന്നിട്ട് അതും വലിയ തമാശ ഉണ്ട്. അജിത് കുമാർ എന്നിട്ട് വേറെ കമ്മീഷനെ വെച്ചു. അജിത് കുമാറിനെ മാറ്റി വെച്ച് വേറൊരു അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ, അന്വേഷണ ഏജൻസിയെ വെച്ചപ്പോൾ അവർ അജിത് കുമാർ പ്രതിയാണെന്നും പറഞ്ഞ് കൊടുത്തു. നമ്മുടെ പോലീസ് മേധാവിയെ വെച്ച് അന്വേഷിച്ചപ്പോൾ അജിത് കുമാർ പ്രതിയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ
അത് മറികടക്കാൻ വേണ്ടിയിട്ട് പിന്നെ 3 ടീമിൻ്റെ ഒരു അന്വേഷണം. ഒരു ടീമിൻ്റെ അന്വേഷണത്തിൽ അജിത് കുമാർ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു അന്വേഷണത്തിന് വേറൊരു ടീമിനോട് വെക്കുന്നതിൽ അർത്ഥമില്ല. 3 തലത്തിൽ അന്വേഷണം അതിപ്പോൾ നടന്നു കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ള ഓരോ ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ചെയ്യുന്നതിനൊക്കെ പിന്നെന്ന് മനസ്സിലാകുന്നത് എന്താ കേന്ദ്രത്തെ ഭയന്നുകൊണ്ടാണ് പിണറായി നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ, ഓരോ ശ്വാസം വിടുന്നതും അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇവിടെ ഭരണം നടത്തി കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിന്ന നിപ്പിൽ നിന്നൂടാ? ഈ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്ത് വിട്ട കാര്യം വളരെ ഗൗരവമാണ്. സസ്പെൻഡിൽ തന്നെ അങ്ങനെ നിർത്തിക്കൂടാ. എന്താ അപ്പോൾ തൽക്കാലം ഒരു സസ്പെൻഡ്, ആ വിവാദം വന്ന ആളുകളുടെ ഇടയിൽ ആളുകളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടി ഒരു സസ്പെൻഡ്. ഇപ്പോൾ അജിത് കുമാർ 2ാമത് സർവീസിൽ അതാ കയറി വരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, RSS ബന്ധം അനുഭാവമില്ല, അത് ഞാൻ പറയില്ല. പിണറായി വിജയൻ RSS അനുഭാവമില്ല, RSS വിരോധിയാണ്, ഒരു കറകളഞ്ഞ സഖാവാണ്. ഒരു കറകളഞ്ഞ സഖാവിനെ സംബന്ധിച്ചിടത്തോളം മത തീവ്രത അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആ സഖാവിനെ സംബന്ധിച്ചുണ്ടാവില്ല. സഖാക്കൾ ഒരുപാട് എനിക്കറിയാം. 2 വിഭാഗത്തിൽപ്പെട്ട 2 മതത്തിൽപ്പെട്ട സഖാക്കളെ അറിയാം. രണ്ടും മതവികാരം അവർക്കുണ്ടാവില്ല. കറകളഞ്ഞ സഖാവാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ഡീലിങ്ങിലും അദ്ദേഹം കുടുങ്ങിയിട്ടാണ് ഇങ്ങനെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് വന്നത്. അതിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തിന് RSS ബന്ധം, അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രഹസ്യമായ RSS ബന്ധവും കാര്യങ്ങളും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തെളിവ് കൂടി ഇപ്പോൾ വീഡിയോയിൽ ഇട്ടുന്നേ ഉള്ളൂ, ഒരു വോയിസിൽ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സഖാക്കൾ ഇത് പറയുമ്പോൾ കിടന്ന് കലി തുള്ളുമ്പോൾ സ്വന്തം ചിന്തിക്കുക. കാരണം നിങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാം വായിക്കും, എല്ലാവരും അറിയും, അങ്ങനത്തെ ഒരു ലോകമല്ലേ ഇപ്പോൾ. വാർത്തകൾ തേടി പോകണ്ടല്ലോ, വാർത്ത മുന്നിൽ വന്ന് വീഴല്ലേ, കാതിലേക്ക് ഇടിച്ച് കയറല്ലേ വാർത്ത, കൺമുമ്പിൽ വന്ന് തുരുതുരാ വീഴുന്ന വാർത്തകൾ വീഴുന്ന ഒരു കാലഘട്ടമല്ലേ. നമ്മൾ വാർത്തകൾ അറിയണ്ടെന്ന് വെച്ചാലും വാർത്തകൾ വന്ന് നമ്മെ തേടി നമ്മളെ തലയിൽ കയറുന്നൊരു കാലഘട്ടമാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തീരല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണണ്ടെന്ന് വെച്ചാലും കാണുക ചില കാര്യങ്ങളൊക്കെ. ഓക്കെ, നന്ദി, നമസ്കാരം.